പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദിലയുടെ കാര്യമാണ്. കാരണം ആദില എന്ന് പറയുന്ന വ്യക്തി അവിടെ ഏറ്റവും കൂടുതൽ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത് തന്നെ ആര്യനെതിരെ ചില അലിഗേഷൻസ് വരുന്നുണ്ടായിരുന്നു. സോ അവിടെ ഏറ്റവും കൂടുതൽ ഡബിൾ മീനിങ് യൂസ് ചെയ്യുന്നത് ആദിലയാണ്. അതും വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി അങ്ങോട്ട് പോയി ട്രിഗർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദില. അവിടെ പലരെയും, അതായത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്ക് ആണെങ്കിൽ പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വളരെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ്. അതായത് അവളുടെ റിപ്ലൈ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ട്രിഗർ ആവുന്ന രീതിയിലുള്ള വാക്കുകളാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല ആദില. പക്ഷെ അതിൽ നമ്മൾ എനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്തൊക്കെ ഈ ആദില നൂറ ആളുകളെ ഒരിക്കലും ഫയർ ചെയ്യുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഇവരെ ഫയർ ചെയ്യുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ്, ചിരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ നെവിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ പോലും നൂറ നെവിനെ വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നെവിന് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, സ്വന്തം വയർ നിറക്കണം, സെൽഫിഷ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ പെൺകുട്ടി അങ്ങനെ തന്നെയല്ല എന്നാണ് ഞാൻ ചോദിക്കത്തുള്ളൂ. കാരണം നെവിൻ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ ഈ പെൺകുട്ടിയും ചെയ്യുന്നുണ്ട്. സോ ഇവരൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. നെവിനെ ഏതൊക്കെ അലിഗേഷൻസ് ഇവർ പറയുന്നുണ്ടോ സെയിം അതിനെല്ലാത്തിനും യോഗ്യരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആദില നൂറ. പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആരോ ഫ്രിഡ്ജിൽ നിന്ന് പാല് എടുത്ത് കുടിക്കുന്നത് കണ്ടല്ലോ നൂറാൻ ചോദിക്കുമ്പോൾ ലാലേട്ടൻ ഞങ്ങളെടുത്ത് കുടിച്ചു, ഞങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ അത് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ ചോദിച്ചപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അത് ലാലേട്ടൻ അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് ലാഘവത്തോടുകൂടി വിടുന്നുണ്ട്. സോ അത് വളരെ സിമ്പിളായിട്ട് വിടാമെന്നുണ്ടെങ്കിൽ നെവിൻ യോഗേർട്ട് എടുത്ത വിഷയം വളരെ ലാഘവത്തോടുകൂടി വിടേണ്ട കാര്യമാണ്. പക്ഷെ അത് മാത്രം വലിയൊരു സംഭവമായിട്ട് അയാളെ മാത്രം കളനാക്കുന്ന രീതി ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവിടുത്തെ ഏറ്റവും വലിയ കള്ളികളാണ് ആദില, നൂറ, അനുമോൾ. സോ ഇവർക്ക് ഒരിക്കലും ഈ നെവിനെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള യാതൊരുവിധ യോഗ്യതയില്ല. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അനീഷോ സാബുമാനോ ആണ് ഇത് ചോദ്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം അവിടെ മോഷണവും കാര്യങ്ങളൊന്നും നടത്താത്ത രണ്ട് വ്യക്തികളാണ് അനീഷ് ആൻഡ് സാബുമാൻ. പക്ഷേ ഇവർ മൂന്നാൾക്കും യാതൊരുവിധ അർഹതയും ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. നെവിന് ഏതൊക്കെ രീതിയിൽ ഇവർ കുറ്റം പറയുന്നുണ്ടോ അതിനെല്ലാത്തിനും സെയിം യോഗ്യരായിട്ടുള്ള വ്യക്തികളാണ് ഇവർ മൂന്ന് പേരും, പ്രത്യേകിച്ച് ആദില, നൂറ. കാരണം ഇവർ ഈ പറയുന്ന അലിഗേഷൻ അല്ലെങ്കിൽ നെവിന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിരുന്നു. നെവിൻ പുറത്ത് ഫുഡ് കാണാതെ വന്ന വ്യക്തിയായിരിക്കാം, അതുകൊണ്ടാണ് ഫുഡിനോട് ഇത്ര ആർത്തി, പുറത്ത് ചിലപ്പോൾ പട്ടിണി, അതായത് ഫുഡ് കിട്ടാത്ത രീതിയിൽ നിന്ന് വളരെ മോശമാണ് ഒരാളെ പറ്റി അങ്ങനെ പറയുന്നത്. കാരണം നെവിൻ പട്ടിണി കിടന്ന് വന്ന വ്യക്തിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ മാന്യമായിട്ടുള്ള എന്ത് ജോലി ചെയ്ത് വേണമെങ്കിലും ജീവിക്കാം. ഇപ്പം നെവിനൊരു കൊറിയോഗ്രാഫർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ പല രീതിയിലും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇവിടെ വന്ന ശേഷം അദ്ദേഹം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിച്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇത്രയും മോശമായിട്ട് ഒരാളെ ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവരത് ചെയ്യാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവരും പുറത്തുനിന്ന് പട്ടിണി കിടന്ന് വന്നതുകൊണ്ടാണോ എന്ന് തിരിച്ചും അവരോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണിത്. പിന്നെ ഇത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങിയ ശേഷമാണ് ഈ ഇഷ്യൂ ഒക്കെ തുടങ്ങുന്നത്. കാരണം ഈ അക്ബർ, ആര്യൻ, നെവിൻ ഇവർ മൂന്നാളും ഡയറക്റ്റ് ക്യാപ്റ്റൻസിലേക്ക് വരികയാണ് ചെയ്തത്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഇവർക്കൊരു ക്യാപ്റ്റൻസിലേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇവർക്ക് സിമ്പിളായിട്ട് കൊടുത്തു എന്നുള്ളത് നമുക്ക് ആ ഒരു എപ്പിസോഡിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആരുടെയും മുഖം പ്രസന്നത ആരുടെയും മുഖത്ത് തന്നെ ഉണ്ടായിരുന്നില്ല ഇവർ മൂന്ന് പേര് ഒരുമിച്ച് ആയ സമയത്ത്. പിന്നീട് ഇവർക്ക് നോമിനേഷൻ വിമുക്തി ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോഴാണ് ഇവർക്ക് സന്തോഷമാവുന്നത്. സോ അതിനുശേഷം ഇവർ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഡ്യൂട്ടീസ് കിട്ടിയത്. സോ ഇവർ ഉള്ളിൽ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് വെച്ചിട്ടാണ് പിന്നീട് ഓരോ നീക്കങ്ങളും ഇവരുടെ നേർക്ക് നടത്തുന്നത്, ക്യാപ്റ്റന്മാരുടെ നേർക്ക്. പിന്നെ ക്യാപ്റ്റൻസി മോശമായിരുന്നു. കാരണം ഇവരുടെ ഉള്ളിലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആര്യൻ, അക്ബർ, നെവിൻ ഇവരുടെ ഉള്ളിലൊരു കോർഡിനേഷൻ വേണം. ഇതിപ്പോൾ ഒരാൾ അറിയാതെ മറ്റൊരാൾ മോഷ്ടിക്കുന്നു, പിന്നെ ഇവർ തമ്മിൽ വാക്ക് തർക്കമാവുന്നു. കാരണം ഇവരുടെ ഇടയിൽ ഒരു കോർഡിനേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ആദ്യം അവരത് കറക്റ്റ് ചെയ്യണമായിരുന്നു. ഇവർ മൂന്നാളും തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് വേണമായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് അവരുടെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു ഫോൾട്ടാണ്. പിന്നെ മാക്സിമം ഇവരെ ട്രിഗർ ചെയ്യിപ്പിച്ച്, അതായത് ക്യാപ്റ്റന്മാരെ ട്രിഗർ ചെയ്യിപ്പിച്ച് അവരോട് മോശമായിട്ട് സംസാരിച്ച് ഇവരെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് കൂട്ടം കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ആക്രമണമായിരുന്നു. ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. ഇവരെ മാക്സിമം ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കുറേ PR വർക്കുകൾ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവർ ടാർഗറ്റ് ചെയ്ത വ്യക്തിയല്ല പുറത്ത് പോയത്. ഇവർ ആരെ ടാർഗറ്റ് ചെയ്തോ അദ്ദേഹത്തിന് പകരം വേറൊരാൾ പുറത്ത് പോവുകയാണ് ചെയ്തത്. നമുക്ക് ആ ഒരു എവിക്ഷനിൽ മനസ്സിലാവും. ഒരു ഞെട്ടലായിരുന്നു ഇവരുടെ മുഖത്ത്. കാരണം നെവിനാണ് പോയതെങ്കിൽ യാതൊരുവിധ ഞെട്ടൽ. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന
ചെയ്തിരുന്നത് നെവിനെ തന്നെയാണ്. ഇവർ ടാർഗറ്റ് ചെയ്തതും അദ്ദേഹത്തെ തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുറത്തു പോയത് വേറൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ കൂടാതെ ഇവിടെ വന്ന ശേഷമാണ് നെവിനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. പക്ഷേ എന്നിട്ട് പോലും അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇമോഷൻസ് എന്താണോ ഞാൻ എന്താണോ അതുപോലെ തന്നെയാണ് ഞാനിവിടെ പെരുമാറിയിട്ടുള്ളത്. അത് ഇമോഷൻസ് വരുമ്പോൾ സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം ഞാൻ അതുപോലെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളായിട്ടല്ല നിന്നതെന്നാണ് നെവിൻ പറയുന്നത്. പിന്നെ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് പ്രമോഷൻ ആൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം അതിന് ഉള്ള എമൗണ്ട് നെവിൻ്റെ കയ്യിലില്ല. സോ ഞാൻ അതും ചെയ്തിട്ടില്ല. വളരെയധികം ഫീലിംഗ് ആയിട്ടാണ് നമുക്കത് കണ്ടവർക്ക് മനസ്സിലാവും പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്ന് ഇപ്പം ഈ പറയുന്നത് അദ്ദേഹം പുറത്താവേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ആളവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, കുറച്ച് ആളുകളെങ്കിലും എന്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രമാണ്. മനസ്സിലായില്ല? അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരു 50% ആളുകളെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് നെവിൻ ഇപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർക്കാണ് കറക്റ്റായിട്ട് വോട്ട് കൊടുക്കേണ്ടത് എന്നാണ്.